വെൽക്കം ചിൽഡ്രൻ. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. യൂണിറ്റ് 3 ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? അതായത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ഇത് റിമോട്ട് കൺട്രോൾ, അതുപോലെ ക്ലോക്ക്, വാച്ച്, ഇതിലെല്ലാം ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററിയിൽ നടക്കുന്ന റിയാക്ഷൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുപോലെ സോഡിയം, പൊട്ടാസ്യം, അലൂമിനിയം, ഈ മെറ്റൽസിനെ എല്ലാം അവയുടെ മിനറൽസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. അപ്പൊ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാല്? അതായത് ഒരു ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷന്റെ ഒരു സ്റ്റഡി ഫ്രം സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. എന്താണ് സ്പോണ്ടേനിയസ്? എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ തനിയെ നടക്കുന്ന റിയാക്ഷനെയാ പറയുന്നത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പോഴ് ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നു. അതിന്റെ സ്റ്റഡി, ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രോ കെമിസ്ട്രി. പിന്നെ ഒരു കാര്യം നമ്മൾ അറിയണം, എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാല്? അതായത് ഒരു ഡിവൈസ്, ഒരു ഉപകരണമാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഈസ് എ ഡിവൈസ്. ഇവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ തിരിച്ചും നടക്കാം. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോ കെമിക്കൽ സെൽ. Electrochemical cell is a device that converts electrical energy into chemical energy or chemical energy into electrical energy. Electrochemical cell എന്താണെന്ന് പഠിച്ചു. Electrochemical cell is a device that interconverts, പരസ്പരം കൺവേർട്ട് ചെയ്യുന്നു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. ഇനി ഈ ഇലക്ട്രോ കെമിക്കൽ സെൽ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേജ് സെൽ. രണ്ടാമത്തെ വോൾട്ടേജ് സെൽ. രണ്ടാമത്തെ ഇലക്ട്രോലൈറ്റിക് സെൽ. എന്താണ്? Electrochemical cell is classified into two: galvanic cell or voltaic cell and electrolytic cell. എന്താണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേജ് സെൽ? അതായത് ഒരു റിഡോക്സ് റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിനെയാ പറയുന്നത് ഗാൽവാനിക് സെൽ ഓർ വോൾട്ടേജ് സെൽ. It is an electrochemical cell that produces electricity through a redox reaction. എന്താണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടേജ് സെൽ എന്ന് പറഞ്ഞാൽ? It is an electrochemical cell that converts the energy produced from a redox reaction into electricity or electrical energy. അതിന് നേരെ വിപരീതമാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലില്. എന്താ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു. ഇറ്റ് യൂസസ് ഓർ ഇറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു എ കെമിക്കൽ റിയാക്ഷൻ ഓർ ഇലക്ട്രോലൈറ്റിക് സെൽ യൂസസ് ഇലക്ട്രിസിറ്റി ടു ക്യാരി ഔട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രോകെമിക്കൽ സെൽ, ടു ടൈപ്സ്: ഗാൽവാനിക് സെൽ ഓർ ഇലക്ട്രോലൈറ്റിക് സെൽ. Galvanic cell or voltaic cell converts the energy produced by a redox reaction into electrical energy, and electrolytic cell uses electrical energy to carry out a chemical reaction. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ. ആ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. ഇനി ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാം. നമുക്ക് ഡാനിയൽ സെല്ല് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്നൊന്ന് അറിയാം. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ. ഇപ്പോഴ്
zinc plus copper sulfate gives zinc sulfate plus copper. അപ്പൊ ഇവിടെ സിങ്ക് എലമെന്റ് ആയിട്ടിരിക്കുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. കോപ്പർ സൾഫേറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് SO4 2- ആണ് സൾഫേറ്റ് റാഡിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ ഒരു കോമ്പൗണ്ടിലെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സം 0 ആവണം. അപ്പൊ കോപ്പറിന്റെ +2 ആണ്. പിന്നെ സിങ്ക് സൾഫേറ്റിലോ സൾഫേറ്റ് റാഡിക്കലിന്റെ -2, സിങ്കിന്റെ +2. കോപ്പർ ആറ്റം ആയിട്ടിരിക്കുമ്പോ സോളിഡ് ആയിട്ടിരിക്കുമ്പോ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ നോക്കിയാല് സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0യിൽ നിന്നും +2 ആയി. അപ്പൊ സിങ്കിന് ഇവിടെ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സിനാ പറയുന്നത് ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ. കോപ്പറിന് എന്താ സംഭവിച്ചേ? കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2വിൽ നിന്നും 0 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പൊ ഇവിടെ കോപ്പറിന് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചു. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം നടക്കുന്ന റിയാക്ഷനെയാ പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ. എ റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഈസ് കോൾഡ് എ റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. നമുക്ക് ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിക്കാം. അതായത് ഡാനിയൽ സെല്ലിൽ ഇതൊരു ബീക്കർ, അതിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തേക്കുക. സിങ്ക് സൾഫേറ്റിന്റെ അക്വസ് സൊല്യൂഷൻ ആണ് എടുത്തേക്കുന്നത്. എന്താണ് അക്വസ് സൊല്യൂഷൻ? സിങ്ക് സൾഫേറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനെ പറയുന്നത് അക്വസ് സൊല്യൂഷൻ. അതിലേക്ക് ഒരു സിങ്ക് റോഡിനെ ഇമോസ് ചെയ്ത് വെച്ചേക്കാം, മുക്കി വെച്ചേക്കാം. ഏത് റോഡാണ്? സിങ്ക് റോഡ്. A zinc rod is immersed in zinc sulfate solution. ഇനി വേറൊരു ബീക്കറിൽ അതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിന്റെയും അക്വസ് സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. കോപ്പർ സൾഫേറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ വേറൊരു ബീക്കറിൽ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു കോപ്പർ റോഡിനെ ഇമോസ് ചെയ്ത് വെക്കുക. കോപ്പർ റോഡിനെ മുക്കി വെക്കുക. ഏത് റോഡിനെയാ? കോപ്പർ റോഡിനെ. അതായത് ഒരു മെറ്റലിനെ, സിങ്ക് ഒരു മെറ്റലാണ്, അതിന്റെ തന്നെ അയോൺസ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷനിലാണ് മുക്കി വെക്കുന്നത്. സിങ്ക് സൾഫേറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏതൊക്കെ അയോൺസ് ആയിട്ട് മാറും? സിങ്ക് 2+ അയോണും SO4 2- അയോൺസുമായിട്ട് മാറും. അപ്പൊ ഈ സൊല്യൂഷൻ നിറച്ച് എന്താ ഉള്ളേ? സിങ്ക് 2+ അയോണും ഉണ്ട്, SO4 2- അയോൺസും ഉണ്ട്. ഈ സൊല്യൂഷനിലോ കോപ്പർ സൾഫേറ്റിന്റെ അക്വസ് സൊല്യൂഷനിൽ കോപ്പർ Cu2+ അയോൺസും ഉണ്ട്, SO4 2- അയോൺസും ഉണ്ട്. ഈ സൊല്യൂഷൻ നിറച്ച്. അപ്പൊ ഒരു മെറ്റലിനെ, സിങ്ക് എന്ന് പറയുന്ന മെറ്റലിന്റെ റോഡിനെ, ആ ഗ്ലാസ് ആ ദണ്ടിനെ അതിന്റെ തന്നെ അയോൺസ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷനിലാണ് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ a metal rod is immersed in a solution of its own ions. സ്വന്തം അയോൺസ്. ഇവിടെ എങ്ങനെയാണ്? കോപ്പർ റോഡിനെ അതിന്റെ തന്നെ അയോൺസ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കാം. കോപ്പർ റോഡ് ഈസ് immersed in a solution of Cu2+ അയോൺസ്. എന്നിട്ട് ഈ ഇലക്ട്രോഡിനെ കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ അവിടെ 2 ഇലക്ട്രോഡ്സിനെ വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്തേക്കാണ്. ഇതിൽ കൂടെ കടന്നു പോകുന്ന കറന്റ് അളക്കാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ഇത്രയാണ് ഒരു ഡാനിയൽ സെല്ലിൽ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഒരു നമ്മൾ കറന്റ് പാസ് ചെയ്യണമെങ്കിൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. ഇവിടെ ഇപ്പം എക്സ്റ്റേണൽ സർക്യൂട്ട്, പുറമേയുള്ള സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്,
പക്ഷെ ഇവിടെ ക്ലോസ്ഡ് അല്ല. അപ്പൊ നമ്മളിവിടെ രണ്ട് സൊല്യൂഷനെയും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ഒരു യു ഷേപ്പിലുള്ള ട്യൂബ് എടുക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെല്ലിലെ റിയാക്ഷനുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ് ഈ യു ട്യൂബിൽ എടുക്കും, യു ഷേപ്പിലുള്ള ട്യൂബിൽ. അപ്പൊ നമ്മൾ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് അങ്ങ് ഊർന്നു പോകും, താഴോട്ട് ഒഴുകി പോകും. അങ്ങനെ പോവാതിരിക്കാനായിട്ട് ഒരു ജെൽ ഫോമിലാണ് ഈ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ഈ യു ട്യൂബിൽ എടുക്കുന്നത്. എന്നിട്ട് അത് താഴോട്ട് പോവാതിരിക്കാൻ ഇവിടെയും കോട്ടൺ വെച്ച് ക്ലോസ് ചെയ്യും, ഇവിടെയും കോട്ടൺ വെച്ച് ക്ലോസ് ചെയ്യും. അപ്പം ഇവിടെ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ടും പോകാം, ഇവിടുത്തെ ആളുകൾക്ക് ഇങ്ങോട്ടും പോകാം. അതല്ലേ പാലത്തിന്റെ ഫംഗ്ഷൻ, ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇതിനകത്ത് സോൾട്ട് ആണ് നിറച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രോലൈറ്റിന്റെ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് അങ്ങനത്തെ സോൾട്ടിന്റെ ഒരു ജെല്ലാണ് ഇവിടെ ഫില്ല് ചെയ്തേക്കുന്നത്. അതൊരു പാലം പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ പറയും സോൾട്ട് ബ്രിഡ്ജ്. അപ്പം എക്സ്റ്റേണൽ സർക്യൂട്ടും കംപ്ലീറ്റ് ആയി, ഇന്റേണൽ സർക്യൂട്ടും കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യാൻ എല്ലാം ശരിയായി. ഇത് ഇത്രയാണ് നമ്മുടെ ഡാനിയൽസൺ. ഇനി ഇവിടെ എന്താണ് നടക്കുന്നത്? അതായത് ഈ സിങ്ക് റോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിങ്ക് ആറ്റംസ് കൊണ്ട്. അപ്പൊ ഓരോ സിങ്ക് ആറ്റവും 2 ഇലക്ട്രോണിനെ വീതം ലൂസ് ചെയ്യും. കാരണം സിങ്കിന്റെ വാലൻസി 2 ആണ്. എന്തോ വാലൻസി എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ റിലീസ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പറിനാ പറയുന്നത് വാലൻസി. അപ്പൊ ഇവിടെ സിങ്ക് റോഡിലെ ഓരോ സിങ്ക് ആറ്റവും 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് സിങ്ക് 2+ അയോൺ ആയിട്ട് മാറും. അയോൺസ് എല്ലാം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് സോളിഡിലാണോ? അല്ല, അയോൺസ് ആവുമ്പോ അത് സോളിഡിൽ നിൽക്കത്തില്ല, സൊല്യൂഷനിലേക്ക് പോകും. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഈച്ച് സിങ്ക് ആറ്റം loses 2 electrons and forms zinc 2+ ions. Dipped in zinc sulfate solution is the oxidation half cell. ഇതിന് എന്തുകൊണ്ടാ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറഞ്ഞേ? ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. സിങ്ക് റോഡിലെ ഓരോ സിങ്ക് ആറ്റവും 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് സിങ്ക് 2+ അയോൺ ആയിട്ട് മാറുന്നു. ഈച്ച് സിങ്ക് ആറ്റം ഓഫ് സിങ്ക് റോഡ് loses 2 electrons and gets converted into zinc 2+ ions. That is, oxidation takes place at anode. Therefore, anode is called oxidation half cell. ഈ ഇലക്ട്രോൺസ് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്. അപ്പൊ കാഥോഡിലെത്തുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കാഥോഡിൽ വന്ന് നിൽക്കുമ്പോൾ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് ഇങ്ങോട്ട് ആകർഷിക്കും. Cu2+ അയോൺസ് വന്ന് കാഥോഡിൽ വന്നിരിക്കുന്നതുകൊണ്ട് കാഥോഡിന് ഏത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ്. Ions from positive ions from copper sulfate solution get deposited on the cathode, and therefore cathode gains positive charge, and anode gains negative charge due to the deposition of electrons from zinc atom. അപ്പൊ ഇവിടെ ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റിനും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു. There is a potential difference between the electrode and the electrolyte. എന്തുകൊണ്ടാ? Because each atom loses 2 electrons and goes to the and converts into ions, zinc 2+ ions, and goes to the solution, and these electrons get deposited on the anode. But there is a potential difference between the electrode and the electrolyte. ഇവിടെ ഇലക്ട്രോലൈറ്റ് സിങ്ക് സൾഫേറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രോലൈറ്റ്. എന്താ ഇലക്ട്രോലൈറ്റ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അയോൺസ് ആയി മാറുകയും കറന്റിനെ കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്നത് ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇവിടെ നമ്മുടെ റിഡക്ഷൻ ഹാഫ് സെല്ലാണ്. ഇത് ഓക്സിഡേഷൻ ഹാഫ് സെൽ, ഇത് റിഡക്ഷൻ ഹാഫ് സെല്ലാണ് കാഥോഡ്. ദാറ്റ് ഈസ് ഇവിടെ എന്താ? ഇവിടെയും ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റിനും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഒരു വ്യത്യാസമുണ്ട്. ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. എന്തുകൊണ്ടാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നത്? കാരണം the positively charged Cu2+ ions get deposited on the
electrode, copper electrode. Therefore, copper electrode gains positive charge. അതിന്റെ അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ബീക്കറിലും എടുത്തിരിക്കുന്ന സൊല്യൂഷൻസ് 1 molar സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്. When the concentration of ions taken in 2 beakers are 1 molar, then this potential difference is called the standard electrode potential. ഇപ്പൊ മോഡേൺ UPSC സിസ്റ്റം അനുസരിച്ച് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്. അക്കോർഡിംഗ് ടു മോഡേൺ IUPAC, standard reduction potential is known as standard electrode potential. അപ്പൊ ഇവിടെ ആനോഡിനും കാഥോഡിനും ഇടയിൽ ഒരു പൊട്ടൻഷ്യലിൽ വ്യത്യാസമുണ്ട്. There is a potential difference between the anode and the cathode. അപ്പൊ നമ്മളെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പൊട്ടൻഷ്യലി വ്യത്യാസം ഉള്ളതുകൊണ്ട് കാഥോഡിന് എന്ത് ടെൻഡൻസിയാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ആനോഡിനോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ മീൻസ് ടെൻഡൻസി. അപ്പൊ ഇവിടെ there is a potential difference between anode and cathode. അപ്പൊ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇലക്ട്രോൺസ് ഈ പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് പോകും. Due to difference of 2 electrons, electrons flow from anode to cathode. Electrons flows from negative electrode, anode to cathode. ഇലക്ട്രോൺസ് എവിടെ നിന്ന് ഏത് ദിശയിൽ നിന്ന് പ്രവഹിക്കുമെന്നോ അതിന്റെ വിപരീത ദിശയിലായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുന്നത്. Therefore, current flows from positive electrode, that is cathode to anode. അത് ഓർത്തിരിക്കണം. Electrons flow from anode to cathode, that is negative electrode to positive electrode, and current flows from cathode to anode, that is positive electrode to negative electrode. അത് ഓർത്തിരിക്കണം. അപ്പൊ എന്തുകൊണ്ടാ? There is a potential difference between the 2 electrodes. പിന്നെ നമ്മൾ അറിയാം, അപ്പൊ ഇവിടെ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും പഠിച്ചു, റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും പഠിച്ചു. അപ്പൊ നമ്മള് നെറ്റ് റിയാക്ഷൻ പഠിക്കണം. സിങ്ക് ഗീവ്സ് സിങ്ക് 2 + 2 ഇലക്ട്രോൺ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇതോ CO2 + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu, റിഡക്ഷൻ. റിഡക്ഷൻ എവിടെയാ നടക്കുന്നത്? കാഥോഡിൽ. ഇത് ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എവിടെയാ നടക്കുന്നത്? ആനോഡിൽ. അപ്പൊ നമ്മള് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ അല്ലെ നെറ്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ രണ്ട് റിയാക്ഷന്റെ, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷന്റെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷന്റെ ആഡ് ചെയ്യണം. ഈ രണ്ട് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ എല്ലാം ആഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതണം. എങ്ങനെയാ? സിങ്ക് പ്ലസ്, അതായത് ലെഫ്റ്റ് സൈഡിലെ ആഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതാം. അതായത് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോ സിങ്ക് പ്ലസ് Cu2 plus 2 ഇലക്ട്രോൺ ഗീവ്സ്, റൈറ്റ് സൈഡിലെ എല്ലാം ആഡ് ചെയ്ത് റൈറ്റ് സൈഡിൽ എഴുതണം. സിങ്ക് 2 plus 2 ഇലക്ട്രോൺ പ്ലസ് കോപ്പർ. അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ട് വരുന്ന ആളുകളെ എടുത്ത് കളയണം. അതായത് 2 ഇലക്ട്രോൺ ഇവിടെയും വരുന്നുണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെയും വരുന്നുണ്ട്, രണ്ടിനെയും ക്യാൻസൽ ചെയ്യും. പിന്നെന്താ നെറ്റ് റിയാക്ഷൻ ഓർ ഓവറോൾ റിയാക്ഷൻ? സിങ്ക് പ്ലസ് Cu2 plus gives സിങ്ക് 2 plus Cu. ഇതാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന നെറ്റ് റിയാക്ഷൻ. അതായത് നമ്മള് ഇപ്പൊ സിങ്ക് എന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതണം. സോളിഡ്. അയോൺസ് എവിടെയാ കിടക്കുന്നത്? അയോൺസ് അക്വസ് സൊല്യൂഷനിലാണ് കിടക്കുന്നത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആണ് അക്വസ് സൊല്യൂഷൻ. അതുകൊണ്ട് അവിടെ AQ എന്ന് എഴുതി. സിങ്ക് 2 plus അതും അക്വസ് സൊല്യൂഷനിലാണ്. കോപ്പർ സോളിഡ്. അപ്പൊ ഇവിടെ നോക്കി ഈ റിയാക്ഷൻ മൊത്തത്തിൽ നോക്കിയാല് സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? എലമെന്റൽ സ്റ്റേറ്റിൽ 0. അതെന്തായിട്ട് മാറി? സിങ്ക് 2 plus ആയിട്ട് മാറി. ആ പ്രോസസ്സിന് എന്താ പറയുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നു. ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോ പറഞ്ഞു ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ ആണ് നടന്നത്. പിന്നെ ഇവിടെ Cu2 plus അയോൺ എന്തായിട്ട് മാറി? കോപ്പർ ആറ്റമായിട്ട് മാറി.
കോപ്പർ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 0. അപ്പൊ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയി. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞില്ലേ? ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിന് എന്താ പറയാ? റിഡക്ഷൻ. അപ്പൊ ഇവിടെ കോപ്പറിന് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചു. സിങ്കിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പൊ ഈ റിയാക്ഷനിൽ, ഡാനിയൽ സെല്ലിൽ മൊത്തത്തിൽ നടന്ന റിയാക്ഷനിൽ ഒരേ സ്റ്റെപ്പിൽ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. അപ്പൊ ഡാനിയൽ സെല്ലിൽ നടന്ന റിയാക്ഷൻ എന്താ? റിഡോക്സ് റിയാക്ഷൻ ആണ് നടന്നത്. റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി നേരത്തെ പിക്ചർ ഓർമ്മയുണ്ടോ? മേളിൽ വയറിൽ കൂടെ ഇലക്ട്രോൺസ് എവിടെ നിന്ന് എവിടോട്ട് പോയി? ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോയി. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്. അപ്പൊ കറന്റ് ഫ്ലോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ, ദാറ്റ് ഈസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. ഞാൻ ആനോഡ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ചേ, ലെഫ്റ്റ് സൈഡില്. കാരണം എന്താ? എപ്പോഴും ഒരു സെല്ലിന്റെ ആനോഡ് ലെഫ്റ്റ് സൈഡിൽ വെക്കണം, കാഥോഡ് റൈറ്റ് സൈഡിലും വെക്കണം. Anode is always placed in left side and cathode is always placed in right side. അതാ അങ്ങനെ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ കാരണം എന്താ? ഈ റിഡോക്സ് റിയാക്ഷൻ വഴിയാണ്. അതുകൊണ്ട് ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. ഗാൽവാനിക് സെൽ എന്താണെന്നാ പറഞ്ഞേ? Electrochemical cell that produces electricity as a result of redox reaction. Redox reactionന്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിനെയാ പറയുന്നത് ഗാൽവാനിക് സെൽ ഓർ വോൾട്ടേജ് സെൽ. അതിന് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൽ നടന്ന ഈ റിഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോയത്. ലെഫ്റ്റ് സൈഡിൽ ആനോഡ്, റൈറ്റ്. We always keep anode in left side and cathode in right side. Electrons flow from cathode to anode. Flow of electrons is called electrons flow from anode to cathode and current flows from cathode to anode. Current flow ചെയ്തത് ഈ റിഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഡാനിയൽ സെല്ലിൽ റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി കറന്റ് പ്രൊഡ്യൂസ് ചെയ്തു. Therefore, Daniel cell is called the electrochemical cell. Galvanic cellന്റെ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. അപ്പൊ ഇനി നമുക്ക് ഒരു സെല്ലിനെ, നേരത്തെ ഞാൻ ഡാനിയൽ സെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? 2 ബീക്കറൊക്കെ വരച്ചു, പിന്നെ സോൾട്ട് ബ്രിഡ്ജ് വരച്ചു, പിന്നെ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു, പിന്നെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. അങ്ങനെ ചെയ്താൽ കുറച്ച് ഏറെ സമയം എടുക്കും. നമുക്കല്ലാതെ സിംബോളിക്കലി നമുക്ക് ഒരു സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. അതായത് മറ്റൊരു കൂടുതൽ സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് ഒരു ഡാനിയൽ സെല്ലിനെ തന്നെ ആദ്യം നമുക്ക് വേറെ എക്സാമ്പിളിനകത്ത് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന പഠിക്കാം. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ഡാനിയൽ സെല്ലിൽ ലെഫ്റ്റ് സൈഡിൽ ആരാണ് പറഞ്ഞത്? ആനോഡ്. ഇവിടുത്തെ ആനോഡ് ഏതായിരുന്നു? സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ് സിങ്ക് റോഡ്? സിങ്ക് റോഡ് അപ്പൊ ഏത് ഫേസിലാ? സോളിഡ് ഫേസില്. അതിന് ഏതിലാ സിങ്ക് റോഡിനെ ഡിപ്പ് ചെയ്തേക്കുന്നത്? ഒരു ഇലക്ട്രോലൈറ്റില്. ഏത് ഇലക്ട്രോലൈറ്റിലാ? ഇറ്റ്സ് ഓൺ അയോൺസ് അടങ്ങിയിട്ടുള്ള ഇലക്ട്രോലൈറ്റിൽ. സിങ്കിന്റെ തന്നെ അയോൺസ് അടങ്ങിയിട്ടുള്ള ഏത് ഇലക്ട്രോലൈറ്റ് ആയിരുന്നു? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അതിലുള്ള അയോൺസ് ഏതൊക്കെയാ? സിങ്ക് 2+ അയോണും SO4 2- അയോൺസും. അപ്പൊ നമ്മളിവിടെ സിങ്ക് 2+ എഴുതും. ഇതെവിടെയാ? അക്വസ് സൊല്യൂഷനിൽ. അപ്പൊ സിങ്ക് എവിടെയാ? ഇലക്ട്രോഡില്. സിങ്ക് 2+ അയോൺസ് എവിടെയാ? അക്വസ് സൊല്യൂഷനിൽ, ഇലക്ട്രോലൈറ്റിലാണ്. അപ്പൊ അത് നമ്മൾ ചരിച്ചൊരു വര കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇലക്ട്രോഡും ഇതെന്താണ്? ഇലക്ട്രോലൈറ്റ്. അങ്ങനെ ഇത് ആനോഡായി. ഈ സൈഡ് എന്താണ്? ആനോഡ്. ആനോഡിൽ എന്താ നടക്കുന്നത്? നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം. എന്താ ഇവിടെ നടക്കുന്നത്? ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ആനോഡിൽ സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+. ആനോഡിൽ ഓക്സിഡേഷൻ നടന്നു. അപ്പൊ ഓക്സിഡേഷൻ ഹാഫ് സെല്ലായി. ഇനി റൈറ്റ് സൈഡിൽ എന്താ? റിഡക്ഷൻ ഹാഫ് സെൽ. അപ്പൊ ഇവിടെ എന്തായിരുന്നു? ഡാനിയൽ സെല്ലിലെ കാഥോഡ് ഏതാ? കാഥോഡിലല്ലേ റിഡക്ഷൻ നടക്കുന്നത്? കോപ്പർ. അപ്പൊ ഇവിടെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ അവിടെ എന്തായിരുന്നു? റിഡക്ഷൻ ഹാഫ് റിയാക്ഷന്റെ ആനോഡിൽ സിങ്ക് 2+ ആയി, കാഥോഡിലോ Cu2+ എന്തായിട്ട് മാറുക? Cu ആയിട്ട് മാറുവാണ്. അപ്പൊ കാഥോഡിൽ നമ്മൾ കാണിക്കുന്നത് റിഡക്ഷൻ ഹാഫ് സെല്ല് കാണിക്കുന്ന Cu2+, Cu രണ്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ചരിച്ചൊരു വര.
കോപ്പർ സോളിഡ് ഫേസിലാണ്, Cu2+ എങ്ങനെയാണ് അക്വ സൊല്യൂഷൻ. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പടത്തി വരച്ചു. ഇത് റിഡക്ഷൻ ഹാഫ് സെല്ലും ഇതെന്താണ് കാഥോഡ്. റിഡക്ഷൻ ഹാഫ് സെൽ, ഇത് ആനോഡ്. ഓക്സിഡേഷൻ ഹാഫ് സെൽ. രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മളൊരു കാര്യം ഉപയോഗിച്ചു. ഒരു യു ഷേപ്പിലെ സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ഡബിൾ ലൈൻ വെച്ച് ചരിച്ചൊരു ഡബിൾ ലൈൻ വരയ്ക്കുക. ഇതാണ് സ്കീമാറ്റിക്കലി നമ്മളൊരു ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ലെഫ്റ്റ് സൈഡിൽ ആനോഡ്. ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. സിങ്ക് എന്തായിട്ട് മാറും? 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് Cu2+ അയോൺ ആയിട്ട് മാറും. അപ്പം ഇലക്ട്രോഡിലാണ് സിങ്ക്, അതുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ്. Cu2+ അയോൺ അക്വ സൊല്യൂഷൻ ആണ്, അതുകൊണ്ട് Aq. ഇവനോ കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. Cu2+ എന്തായിട്ട് മാറുക? ഇലക്ട്രോൺ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പർ ആറ്റം ആയിട്ട് മാറുക. അപ്പൊ Cu2+ ബാർ Cu. രണ്ട് റിഡക്ഷൻ ഹാഫ് സെല്ലിനെ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിനെ കണക്ട് ചെയ്യാൻ എന്തുപയോഗിച്ചു? സോൾട്ട് ബ്രിഡ്ജ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മുമ്പേ പറഞ്ഞു there is a potential difference between the two electrodes, anode and cathode. Therefore the current flows എന്ന് പറഞ്ഞു. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് സെല്ലിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്. അതായത് the difference in potential between the anode and cathode is called cell potential. നമ്മൾ സെൽ പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സെൽ കൊണ്ടാണ്. അതെങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാല് റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കണം. ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ് ഏതാ? കാഥോഡ്. കാഥോഡ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ഇൻ റൈറ്റ് സൈഡ്. അപ്പം ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഇതിന്റെ അർത്ഥം എന്തുവാ? പൊട്ടൻഷ്യൽ ഓഫ് റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ് മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇലക്ട്രോഡ്. അപ്പൊ നമ്മുടെ ഡാനിയൽ സെല്ലിലെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെ ആനോഡും കാഥോഡും തമ്മിൽ പൊട്ടൻഷ്യലിൽ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് സെല്ലിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിനെ ഇതാ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈ റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ് ഏതാ? കോപ്പർ ഇലക്ട്രോഡ്. Cu2+ Cu മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ഇലക്ട്രോഡ് ഇതാ ഈ ഇലക്ട്രോഡ്. ഇവിടെ എന്താ? ഈ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. സിങ്ക് ബാർ Cu2+. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ഒക്കെ ചോദിക്കും. അതുപോലെ ഇത് ഓവറോൾ റിയാക്ഷൻ തന്നിട്ട് സെല്ല് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും, സെല്ലിന്റെ പൊട്ടൻഷ്യൽ ചോദിക്കും. അപ്പൊ ഇതും പഠിച്ചിരിക്കണം, ഇതും പഠിച്ചിരിക്കണം. ഇത് ഒരു സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ തന്നേക്കുക. പബ്ലിക് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓവറോൾ റിയാക്ഷൻ ഓഫ് എ സെൽ ഈസ് ഗിവൺ ആൻഡ് റൈറ്റ് ദ ഹാഫ് സെൽ റിയാക്ഷൻ ആൻഡ് ഓൾസോ റെപ്രസെന്റ് ദ സെൽ. ഹാഫ് സെൽ റിയാക്ഷൻ എഴുതണം, സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ മൊത്തത്തിലൊന്ന് നോക്കിയേ. എന്താ കാണുന്നത്? കോപ്പർ. കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 0. അപ്പൊ അതെന്തായിട്ട് മാറി? Cu2+ അയോൺ ആയിട്ട് മാറി. 0 എന്നുള്ളത് 2+ ആയി. ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? കോപ്പറിന് ഓക്സിഡേഷൻ നടന്നു. Ag+ സിൽവറിന്റെയോ +1 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിട്ട് മാറി? Ag എന്ന് പറയുമ്പോൾ 0. അപ്പൊ ഇവിടെ സിൽവറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 നിന്നും 0 ആയിട്ട് കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിന് എന്താ പറയാ? റിഡക്ഷൻ. അപ്പൊ ഇവിടെ സിൽവറിന് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചു. ഇത്രയും കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാം. ഓക്സിഡേഷൻ ഹാഫ് സെൽ, ദാറ്റ് ഈസ് ആനോഡ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ആനോഡ് ഓക്സിഡേഷൻ ഹാഫ് സെൽ. റൈറ്റ് ദ ഹാഫ് സെൽ റിയാക്ഷൻ എന്ന ക്വസ്റ്റ്യൻ. അതായത് ഓക്സിഡേഷൻ, ആനോഡിൽ ഓക്സിഡേഷൻ എന്താ? Cu2+ ആയിട്ട് മാറി. Cu gives Cu2+. എങ്ങനെയാ Cu2+ ആവുന്നേ? 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത്. ഈ ഇക്വേഷൻ നോക്കി നമുക്ക് നിസ്സാരമായിട്ട് റിഡക്ഷൻ ഹാഫ് സെല്ലും എഴുതാം. റിഡക്ഷൻ എവിടെയാ നടക്കുന്നേ? കാഥോഡ്. കാഥോഡിൽ എന്താ നടക്കുന്നേ? റിഡക്ഷൻ ഹാഫ് സെൽ. റിഡക്ഷൻ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ് ഇവിടെ. ഇവിടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. എന്താ ഇവിടെ നടക്കുന്നേ? കാഥോഡില് Ag+ എന്തായിട്ട് മാറുക? Ag ആയിട്ട് മാറുക.
എങ്ങനെയാ AG പ്ലസ് AG ആവുന്നത്, സിൽവർ ആയിട്ട് മാറുന്നത്? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനുമായി, റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായി. അപ്പൊ അതിൽ ഒരു പാർട്ട് കഴിഞ്ഞു. റൈറ്റ് ദ സെൽ റിയാക്ഷൻ. ഇനി ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതണമെങ്കിലോ ലെഫ്റ്റ് സൈഡിലെ എല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോ എങ്ങനെയാ? ഞാൻ ഇവിടോട്ട് എഴുതുവാണ് Cu പ്ലസ് Ag പ്ലസ്. ലെഫ്റ്റ് സൈഡിലെ എല്ലാം ആഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതി. ഇലക്ട്രോണും ഉണ്ട്. റൈറ്റ് സൈഡിലെ എല്ലാം ആഡ് ചെയ്ത് റൈറ്റ് സൈഡിൽ എഴുതണം. റൈറ്റ് സൈഡിൽ എന്തൊക്കെയാ? Cu2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് Ag. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ. പിന്നെ നമ്മൾ ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇവിടെ ഓക്സിഡേഷൻ വഴി 2 ഇലക്ട്രോൺ ലോസ് ചെയ്തു. അത്രേ ഇലക്ട്രോൺസ് തന്നെ റിഡക്ഷൻ വഴി ഗെയിൻ ചെയ്യുകയും വേണം. എന്നാലേ അത് ടാലി ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ 2 ഇലക്ട്രോൺ ആക്കണമെങ്കിൽ ഒരു Ag പ്ലസിന് 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ എഴുതണം? 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോഴും എന്താ? 2Ag പ്ലസ് എഴുതണം, ഇവിടെ 2 ഇലക്ട്രോണും എഴുതണം, ഇവിടെ 2Ag എഴുതണം. മനസ്സിലായോ? ഇനി ലെഫ്റ്റിലും റൈറ്റിലും ആരോയുടെ ലെഫ്റ്റിൽ 2 ഇലക്ട്രോൺ, റൈറ്റിൽ 2 ഇലക്ട്രോൺ. അത് ക്യാൻസൽ ചെയ്ത് നെറ്റ് റിയാക്ഷൻ, ഈ സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ Cu പ്ലസ് 2Ag പ്ലസ് Cu2 പ്ലസ് പ്ലസ് 2Ag. ഓവറോൾ സെൽ റിയാക്ഷനായി, ഹാഫ് സെൽ റിയാക്ഷനായി, പിന്നെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമായി, ഓവറോൾ സെൽ റിയാക്ഷനുമായി. നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഡ്യൂറിംഗ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ വഴി ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം മസ്റ്റ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ഡ്യൂറിംഗ് ദ റിഡക്ഷൻ. റിഡക്ഷൻ വഴി ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിന് ഈക്വൽ ആവണം. എന്നാലേ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെൽ റിയാക്ഷൻ ആയി. ഇനി ഞാൻ ഒരു പാർട്ടൂടെ അതിന്റെ കൂടെ ചോയ്സ് എന്ന് പറഞ്ഞു. എന്തുവായിരുന്നു? സെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സെല്ലിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഏത് ഇലക്ട്രോഡാ വരുന്നത്? ആനോഡ്. ഇവിടെ ഏതാ ആനോഡ്? ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് ഇലക്ട്രോഡിനാണോ അതാണ് ആനോഡ്. കോപ്പർ എന്തായിട്ട് മാറി? Cu2 പ്ലസ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? കോപ്പർ സോളിഡ് സ്റ്റേറ്റ്. പിന്നെ അപ്പൊ ഇലക്ട്രോഡായി. ഇലക്ട്രോലൈറ്റ് ചരിഞ്ഞൊരു വര കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇലക്ട്രോലൈറ്റിൽ എന്താ? അതിന്റെ തന്നെ അയോൺ Cu2 പ്ലസ്, അക്വസ് സൊല്യൂഷൻ. പിന്നെ അപ്പം ഓക്സിഡേഷൻ ഹാഫ് സെല്ലായി, ആനോഡായി ലെഫ്റ്റ് സൈഡിൽ. ഇനി റൈറ്റ് സൈഡിൽ എന്താ എഴുതണ്ടേ? കാഥോഡ്, റിഡക്ഷൻ ഹാഫ് സെൽ. രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? സോൾട്ട് ബ്രിഡ്ജ്. ചെരിഞ്ഞ് 2 വരാം. റിഡക്ഷൻ ഹാഫ് സെല്ലിൽ എന്താ നടക്കുന്നേ? അല്ലെ കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ എന്തോ നമ്മൾ എഴുതണ്ടേ? Ag പ്ലസ് ആദ്യം എഴുതണം. കാരണം ലെഫ്റ്റ് സൈഡിൽ Cu2 പ്ലസ് ആവുമായിരുന്നു. റൈറ്റ് സൈഡിൽ എന്താ? Ag പ്ലസ് Ag ആയിട്ട് മാറുക. അപ്പൊ Ag പ്ലസ് അത് അക്വസ് സൊല്യൂഷനിലാണ്. അതിനെ ഇത് ഇലക്ട്രോലൈറ്റ് സോൾട്ട് സൊല്യൂഷൻ, ഇത് ഇലക്ട്രോഡ് സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ നമ്മള് സെല്ലിനെ റെപ്രസെന്റ് ചെയ്തു. ഹാഫ് സെൽ റിയാക്ഷൻ എല്ലാം എഴുതി, ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതി. അപ്പൊ ഇത് ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് വരിക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചോണേ.